ദീപക്കും ശ്രീ റോയ് CJ പോലെ തന്നെ ആ ജയില് അപമാന ഭാരം പേടിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. വേറെ എന്തിനാ? ഇത് ദീപകിന്റെ വിഷയത്തിൽ കുറെ കൂടി ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം നേരത്തെ പറഞ്ഞൊരു മരണം വരെ വന്നു ആളുകളുടെ മൈൻഡ് സെറ്റിനെ, അല്ലെങ്കിൽ ഇതിലൊരു ശരിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ന് പറയുന്നു. ആ മരണത്തിന് മുമ്പായിട്ട് ഇതൊരു പരാതിയായിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ, ദീപകിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ശരിക്കും നേരെ തിരിയുമായിരുന്നു. നേരെ തിരിയുമെന്ന് മാത്രമല്ല, ദീപക് ഒരാഴ്ചയോ 2 ആഴ്ചയോ ജയിലിൽ കിടക്കും. ഷിംജിതയുടെ പേര് പോലും പറയാൻ കഴിയില്ല. അവൾ ദീപകിന്റെ മരണത്തിൽ പോലും ആളുകൾ പിന്തുണയ്ക്കാതിരിക്കായിരുന്നില്ല. അല്ല, വലിയൊരു ശതമാനം കേരള സമൂഹം ദീപകിനൊപ്പമാണ് നിന്നത്. ഞങ്ങൾ 3.4 ലക്ഷം 3,17,000 രൂപയോളം കൊണ്ടു കൊടുത്തു, കൂടുതൽ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, ഒരു ജീവിതം പിരിഞ്ഞതല്ലേ. എന്നിട്ട് പോലും ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്നവർ, നല്ല ഫെമിനിസ്റ്റുകൾ ചെയ്തില്ല, തീവ്ര ഫെമിനാസി എന്നൊക്കെ വിളിക്കുന്ന നിലപാടെടുക്കുന്നവർ ബാലൻസ് അല്ല, എന്താ ദീപകിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞു. ദീപകിന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? ദീപക് ആകെ ഒരു മൈക്രോ സെക്കൻഡ് കൈ വരുന്നതാണ് കാണുന്നത്. അത് ദീപകിന്റെ കയ്യിൽ സൂക്ഷിച്ചു നോക്കി അറിയാം, മൊബൈലോ എന്തോ ഒരു കാര്യമുണ്ട്. ഈ കാര്യം വരുന്നത് ഇത് 7 വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത് ഒറ്റ സാധനമേ കിട്ടിയുള്ളെങ്കിൽ ഒന്നുമില്ലെന്ന് നമുക്ക് അതിൽ നിന്ന് അനുമാനിച്ചുകൂടെ?